അത്തരം നീക്കങ്ങൾക്ക് ഉൾപ്പാട്ട് ജനാധിപത്യത്തിലുള്ള പോരാട്ടം തുടരും. അത് ഞങ്ങളുടെ ആ പോരാട്ടം വിജയിക്കും. വാക്കൊന്നും ആരും പറഞ്ഞില്ല. അത് സാധ്യമാകുമെന്ന് പരിശോധിക്കാവുന്നു. കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിക്കണമെന്നാണ് താങ്കളുടെ ഡിമാൻഡ്. ഏതായാലും വേറൊരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണോ സീറ്റ് നഷ്ടപ്പെട്ടത്? മത്സരിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണോ സീറ്റ്? അങ്ങനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുള്ളൂ. ഏത് സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നേരത്തെ പാർട്ടിയുടെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് പരമാവധി കൈപ്പത്തി ചെയ്യുന്ന വരേണ്ടതുള്ളൂ. അതായില്ല. അത് കൈപ്പത്തി ചിഹ്നത്തിലാണെങ്കിൽ ഞാൻ PJ ജോസഫ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഈ സീറ്റ് എന്നെ പരിഗണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ടീഷൻ ആണെങ്കിൽ അവർക്ക് എളുപ്പം സ്വീകരിക്കേണ്ടത്. ഒരു നിർദ്ദേശം വന്നത്, ഒരു പൊതു നിർദ്ദേശം വന്നത്, ഇടുക്കി പാർലമെന്റ് സീറ്റിൽ UDF നിശ്ചയമായും ജയിക്കുന്നതിന് ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി പരിഗണിക്കപ്പെട്ടതിൽ UDFന്റെ ഒരു പൊതു സ്ഥാനാർത്ഥിയായി ശ്രീ PJ ജോസഫ് വരുന്ന നിർദ്ദേശം വിവിധ കേന്ദ്രങ്ങളിൽ വരികയുണ്ടായി. അല്ല, ആ വന്ന കാര്യം കോൺഗ്രസ് പാർട്ടി പരിശോധിച്ചപ്പോൾ അവർക്ക് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് കൈപ്പത്തിയിൽ മത്സരിക്കുക എന്ന പ്രധാനപ്പെട്ട വിഷയം അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന കാര്യം അവർ പരിശോധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഇവിടെ PJ ജോസഫ് സാർ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതാണ് കോൺഗ്രസ് എല്ലാ സ്ഥലത്തും മാക്സിമം ആഗ്രഹിക്കുന്നത്. ഇത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ PJ ജോസഫ് സാർ സാധ്യമായ ഒരു നിർദ്ദേശമല്ല. അപ്പൊ അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ മാറ്റിവെക്കുന്നു. ഒരു പാർലമെന്റ് സീറ്റിനേക്കാൾ വലുതായി പാർട്ടി താല്പര്യം നിഷേധിച്ചതാണോ? കാരണം നിഷേധിച്ചില്ലല്ലോ. അവരുടെ കണ്ടീഷൻ മത്സരിക്കുന്നത് ജോസ് കെ മാണി ചെയർമാൻ ആവുകയാണെങ്കിൽ അത് അംഗീകരിക്കും. ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ നമ്മുടെ പ്രധാന അല്ലെങ്കിൽ ഇപ്പൊ പാർട്ടി തെരഞ്ഞെടുപ്പൊന്നും ഇല്ലാത്ത കോൺഗ്രസ് കാണിച്ചൊരു സൗമനസ്യം പോലും സ്വന്തം പാർട്ടിയിൽ നിന്നുണ്ടായി. ഇപ്പൊ കോട്ടയം സീറ്റിൽ ആരും മത്സരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നു. കോട്ടയം, ഇടുക്കി, ചാലക്കുടി ഇതിൽ ഏത് സീറ്റിലാണെങ്കിലും മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് വളരെ ലളിതമായൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എളുപ്പത്തിൽ ഞാൻ കരുതിയത്. ശ്രീ ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ നിശ്ചയിച്ചപ്പോൾ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി കൂടിയാണ് ആ നിശ്ചയം എടുത്തത്, തീരുമാനിച്ചത്. അതുപോലെ തന്നെ അത് മാണി സാറിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. പാർലമെൻ്ററി പാർട്ടിയിൽ ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചു, നടപ്പാക്കി തരണമെന്നാണ്. പാർലമെന്ററി പാർട്ടിയിൽ മറ്റൊരു പേരും ഉണ്ടായിരുന്നില്ല. ആ നിർദ്ദേശം അന്ന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വയ്ക്കുക, പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തുക. അപ്പോൾ ഈ ജോസ് കെ മാണിയെ തിരഞ്ഞെടുത്ത ആ രീതിയാണെങ്കിൽ പാർലമെൻ്ററി പാർട്ടികളുടെ മറ്റൊന്നും ചർച്ചയില്ല, ചെയ്യേണ്ടതാണ്. പക്ഷേ അതിന് പകരം മറ്റെന്തോ നീക്കങ്ങൾ നടത്തി. പിറ്റേ ദിവസം എന്നെ ചെയർമാൻ കെ മാണി സാർ വിളിച്ച് പറഞ്ഞു, ഔസേപ്പച്ചൻ്റെ ആവശ്യം പരിഗണിക്കുന്നതിന് ഒരു തടസ്സമില്ല. ഇടുക്കിയിൽ നിന്നും കോട്ടയത്തേക്ക് വരുന്നു. അതിൽ ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, റോഷി അഗസ്റ്റിൻ കോട്ടയത്ത് നിന്ന് ഇവിടുന്ന് MLA ആയി വന്നിട്ടുണ്ട്. ഇടുക്കിയിലാണെങ്കിൽ PJ കുര്യൻ, പാലാ KM മാത്യു, JC ജോസഫ് തുടങ്ങിയ ഒട്ടേറെ ആളുകൾ ജില്ലയ്ക്ക് വെളിയിൽ നിന്ന് വന്ന് സംസാരിച്ചത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനെ മാറി. അതൊരു തടസ്സമായി പറയുന്നത് പറഞ്ഞു.
എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചു അവിടെ വെക്കുന്നു. അന്ന് രാത്രി 9:15 മണിക്ക് ഒരു അദ്ദേഹത്തെ തീരുമാനമായി എഴുതി അറിയിപ്പ് കൊടുക്കുകയായിരുന്നു. പ്രശ്നമുണ്ട് തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഞങ്ങളാണ് മുന്നോട്ട് വെച്ചത്. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആ പ്രചരണ പരിപാടികളുമായി പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് നീങ്ങും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വലിയ പരിപാടികൾ കേരളത്തിലുടനീളം സംഘടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥിയാകുന്നതിന് ചില കണ്ടീഷൻസ് വരുന്നുണ്ട്. ആ കണ്ടീഷൻസ് എനിക്ക് സ്വീകാര്യമായിരുന്നില്ല, ഞങ്ങൾക്ക് സ്വീകാര്യമായിരുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടിയാണ് ഞങ്ങൾക്ക് വളർത്തിയത്. ആ കേരള കോൺഗ്രസ് പാർട്ടിയെ വിട്ടിട്ടുള്ള അതിന് ദൂഷ്യം വരുന്ന ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. മുൻഗണന കൊടുത്തുകൊണ്ട് കാർഷിക മേഖലയിൽ, അതുപോലെ APJ അബ്ദുൽ കലാം നിയമസഭയെന്ന് പ്രഖ്യാപിച്ച് ടൂറിസമാണ് ഒന്നാമത്തെ വിഷയം. അതിന് വേണ്ടത്ര പ്രാധാന്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഫാം ടൂറിസം ഞങ്ങളിത്തവണ കാർഷികമായ വിഷയമായിരുന്നു. ക്രൊയേഷ്യ ചെറിയ രാജ്യത്തെ കഴിഞ്ഞ വർഷത്തെ ഫാം ടൂറിസത്തിൻ്റെ വരുമാനം 75,000 കോടി രൂപയാണ്. കേരളത്തിന് വലിയ സാധ്യതകളാണുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഫ്രീ എക്കണോമിക് സോൺസ് ഇവിടെ, അതായത് NRIസിനും മറ്റ് വിദേശികൾക്കൊക്കെ മുതൽ മുടക്കത്തക്കവണ്ണമുള്ള ഫ്രീ എക്കണോമിക് സോൺസ്, ഈ ആവശ്യങ്ങൾ വീണ്ടും തുടരേണ്ടിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ എന്നെ മനഃപൂർവ്വമായി മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഈ പ്രാദേശികവാദം ഉന്നയിച്ചതാണ്. അത് പാർട്ടിയുടെ ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് അങ്ങനെ ആ ഒരു പാർട്ടിയിൽ ഈ തീരുമാനം അത് തിരുത്തുന്നതിന് UDF നേതാക്കൾ മുൻകൈ എടുക്കണം. ഈ ആവശ്യം ഈ പ്രശ്നം ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ശ്രീ രമേശ് ചെന്നിത്തലയുടെയും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും ശ്രദ്ധയിൽപ്പെടും. വന്ന ഒരു നിർദ്ദേശം, കേരള കോൺഗ്രസിൻ്റെ സീറ്റ് ഈ 3 സീറ്റ് ഏതെങ്കിലും ആകാം, കോട്ടയത്തിന് പകരം ഇടുക്കിയാക്കുക. അപ്പോൾ അങ്ങനെ വന്ന് ഇടുക്കിയിൽ ഞാൻ സ്ഥാനാർത്ഥിയാക്കുക. കോൺഗ്രസ് കോട്ടയം എടുക്കുക. ഈ വിഷയം ചർച്ച ചെയ്യാൻ ശ്രീ ജോസ് കെ മാണിയെ അവർ ക്ഷണിച്ചു. പക്ഷെ അങ്ങനെ ഒരു ചർച്ചയും ആവശ്യമില്ലെന്നും ആ ചർച്ചയ്ക്ക് തയ്യാറെടുന്നും അറിയിച്ചു. അപ്പോൾ പിന്നെ എന്താ മാർഗം? ശ്രീ മോൻസ് ജോസഫോട് അദ്ദേഹം പറഞ്ഞു, ഇടുക്കി സീറ്റിൽ ഇപ്പോൾ പേര് വന്നിരിക്കുന്ന ആരും ജയസാധ്യതയുള്ളതല്ല. അതുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നില്ല എങ്കിൽ PJ ജോസഫിൻ്റെ പേരാണ് പരിഗണിക്കാം. ഒരു 3 പേരോട് ആലോചിച്ചു. അത് ഗൗരവമായി പരിഗണിക്കാമെന്ന്